ബ്രഹ്മാവിൻ്റെ സഭയിൽ വെച്ച് ഗംഗാദേവിയുടെ നഗ്നത മുക്തകണ്ഠം ആസ്വദിച്ച മഹാഭിഷൻ എന്ന രാജാവിനെ നീ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചു. ഗംഗാദേവിയും കുറ്റക്കാരിയാണ്, അതുകൊണ്ട് ഗംഗാദേവിയെ ശപിച്ചു. നീ എത്ര കാലം ഈ മഹാഭിഷൻ എന്ന് പറയുന്ന രാജാവ് നിനക്ക് എതിരെ പറയാതിരിക്കുന്നുവോ അത്ര കാലം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ മഹാഭിഷൻ ഗംഗാദേവി അവിടുന്ന് പോയി. മഹാഭിഷൻ പൗരവംശത്തിൽ അല്ലെങ്കിൽ കുരുവംശത്തിലെ പ്രദീപൻ എന്ന രാജാവിൻ്റെ മകനായി ജനിക്കാൻ തീരുമാനിച്ചു. ഗംഗാദേവി വഴിക്ക് പോകുന്ന വഴിക്ക് അഷ്ടവസുക്കളെ, വസിഷ്ഠൻ്റെ, വരുണൻ്റെ മകൻ ആപവൻ എന്നും കൂടി പേരുള്ള വസിഷ്ഠൻ്റെ ശാപം കിട്ടിയിരിക്കുന്ന ഈ വസുക്കളെ കണ്ടു, അഷ്ടവസുക്കൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ ജനിക്കണം, 7 ആൾക്ക് ഒരു കൊല്ലം ഭൂമിയിൽ ജീവിച്ചാൽ മതി, ബാക്കിയുള്ള ആൾ ദ്യോവ് കുറേ കാലം ജീവിക്കണം, അതുകൊണ്ട് ഗംഗാദേവി ഞങ്ങളുടെ അമ്മയാവണം എന്ന് പറഞ്ഞു. നിങ്ങൾ ആരുടെ മക്കളായിട്ടാണ് ജനിക്കാൻ ഉദ്ദേശം? ഞങ്ങൾ പ്രദീപൻ്റെ മകൻ ശന്തനുവിൻ്റെ മക്കളായിട്ട് ജനിക്കാനാണ് ഉദ്ദേശം, എന്നാൽ ഞാൻ അതിന് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പിരിഞ്ഞു. അങ്ങനെ പ്രദീപൻ ഭാര്യയും വയസ്സുകാലത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു, തപസ്സൊക്കെ ചെയ്തു സന്താനം ഉണ്ടാവാൻ. പ്രദീപൻ്റെ മകനായിട്ട് ശന്തനു ജനിച്ചു. ശന്തനു എന്ന് പറയുന്ന മഹാഭിഷ എന്ന രാജാവിനെ ബ്രഹ്മാവ് ശപിച്ചതാണ്. ശന്തനു ജനിച്ചു. ശന്തനു ഇങ്ങനെ വളർന്നു. അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് പ്രായപൂർത്തിയും വിവാഹപ്രായമൊക്കെ ആയപ്പോൾ ഈ മഹാഭിഷൻ ശന്തനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് മുമ്പ് ഒരു ദേവകന്യക വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങയുടെ മകൻ്റെ അടുത്ത് വരാം, അപ്പോൾ എൻ്റെ ഒരു കാര്യവും അന്വേഷിക്കരുത്. അങ്ങനെ അദ്ദേഹം എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ സന്തോഷിപ്പിക്കാം, അദ്ദേഹത്തിന് സന്താനം ഉണ്ടാവും, അത് വംശവൃദ്ധിക്ക് കാരണവും ഒരു ദേവസ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും നിന്നെ കണ്ടാൽ നീ ഒന്നും ചോദിക്കരുത്, അവരെ വിവാഹം കഴിക്കുക, അവർക്ക് എതിര് പറയരുത്, അവരുടെ കൂടെ ജീവിക്കുക, നിനക്ക് നന്നാവും എന്ന് പറഞ്ഞ് പ്രദീപൻ രാജ്യം ശന്തനുവിനെ ഏൽപ്പിച്ച് പോയി, തപസ്സിന് പോയി, വാനപ്രസ്ഥത്തിന് പോയി. അപ്പോൾ ശന്തനു എന്ന വാക്കിൻ്റെ അർത്ഥം, ശന്തനു ശരീരം കൈകൊണ്ട് തൊട്ടാൽ ഏത് വൃദ്ധൻ്റെയും രോഗം മാറും, അയാൾ ചെറുപ്പാവുത്രേ. അങ്ങനെ ഒരു ഗുണം ഉണ്ടാകുന്നതാണ് ശന്തനു എന്ന അദ്ദേഹത്തിൻ്റെ പേര് വരാനുള്ള കാരണം. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയിരിക്കും കാലത്തിങ്കൽ ശന്തനു നായാട്ടമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഗംഗാതീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കന്യക അവിടെ വന്നു. ഒരു കന്യകയെ കണ്ടു അദ്ദേഹം. അപ്പോൾ കന്യകയെ കണ്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അതിസുന്ദരിയായിട്ടൊരു കന്യകയെ, മഹാലക്ഷ്മിയാണോ എന്നൊക്കെ തോന്നുമാറ് ഒരു കന്യകയെ കാണുകയും, നീ എൻ്റെ ഭാര്യ ആവണം എന്ന് ശന്തനു പറഞ്ഞു. ഞാൻ അങ്ങയുടെ ഭാര്യയാവാം, നീ ആരാണ്? നീ ദേവകന്യകയാണോ, അപ്സരസാണോ, അസുരകന്യകയാണോ, നിന്നെപ്പോലെ മഹാലക്ഷ്മിയാണോ നീ? സാക്ഷാൽ ഇത്രയും സൗന്ദര്യം തികഞ്ഞ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കന്യക പറഞ്ഞു, അതല്ല, അതിന് ഉത്തരം പറഞ്ഞില്ല. എൻ്റെ ആധാർ കാർഡ് വരെ ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞില്ല. അതിനല്ല ഉത്തരം പറഞ്ഞേ, ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ട് വരാം, എന്നോട് അപ്രിയം പറയരുത്, ഒരു കാര്യത്തിന് എതിര് പറയരുത്, എന്നോട് അപ്രിയം ഭാവിക്കരുത്, ഇതാ കാണിക്കണം, അങ്ങനെ പോലും ഭാവിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ട് വരാം. എന്നെനിക്ക് അപ്രിയം പറയണോ, അന്ന് ഞാൻ അങ്ങയെ ഉപേക്ഷിച്ച് പോവും. അതൊരു തരം ലിവിങ് ടുഗദർ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ലിവിങ് ടുഗദർ ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ആണെങ്കിൽ അവസാന കാലം വരെ നിൽക്കണ്ടേ, എതിര് പറഞ്ഞാൽ പോവും. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ശന്തനുവിനോട് പ്രദീപൻ. അങ്ങനെ ശന്തനു ഗംഗാദേവിയും കൊണ്ട് കൊട്ടാരത്തിൽ, ഗംഗാദേവിയാന്ന് ശന്തനുവിനെ അറിയില്ല, ആരാന്ന് പറഞ്ഞിട്ടില്ല അവള്, ആരാന്ന് ചോദിക്കരുതെന്നും പറയണ്ട, ഒന്നും ചോദിക്കരുത് അവളോടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് പോയി ഹണിമൂൺ ആരംഭിച്ചു. ശന്തനു ഗംഗാദേവിയും തൊട്ട് ഗംഭീര ഹണിമൂൺ. ശന്തനു പാട്ടൊക്കെ പാടുക, പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂ മൂടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മായ്ക്കുവാൻ നീ എന്തിനനുവദിച്ചു, കാറ്റിനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ കാമുക ഹൃദയത്തിലൊളിച്ചു എന്നൊക്കെ പാട്ടൊക്കെ പാടി ശന്തനും മറ്റേ ഗംഗാദേവിനും കൂടി ഹണിമൂൺ തുടങ്ങിയ ആദ്യത്തെ കുട്ടി ഉണ്ടായി. ആദ്യത്തെ കുട്ടി അഷ്ടവസുക്കളിൽ ആദ്യത്തോന വസിഷ്ഠൻ്റെ ശാപം കിട്ടിയ ആളാ. കുട്ടി ഉണ്ടായപ്പോൾ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഗംഗ ഈ കുട്ടിയെ നദിയിലെറിഞ്ഞു. ചേട്ടാ ഗ്രഹപ്പഴേ
ശന്തനു വലുതും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ സംഗതി ഡൈവേഴ്സാവും, ലിവിങ് ടുഗദർ അവിടെ അവസാനിക്കും. അങ്ങനെ 7 മക്കളെ പ്രസവിച്ചു. 7 മക്കളെ പ്രസവിച്ച് 7 കുട്ടികളെയും ഗംഗ യാതൊരു കാരുണ്യവും ഇല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഗയിലേക്ക് അറിയും. എന്തിങ്ങനെ? മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അഷ്ടവസുക്കൾ 7 കുട്ടികളെ ജനിച്ചാൽ 1 കൊല്ലം ഭൂമിയിൽ ജീവിക്കണ്ടോ എന്ന് വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 കുട്ടികൾ ജനിച്ച ഉടനെ ഇതിലെറിഞ്ഞു, ഗംഗാനദിയിലെറിഞ്ഞു. 8ാമത്തവൻ ജനിച്ചു. അവനാണ് ദ്യോവ്. അവനാണ് വസിഷ്ഠൻ്റെ പശുവിനെ നന്ദിനിയെ ഭാര്യയുടെ ഒത്താശയോടുകൂടി കട്ടുകൊണ്ടുപോകാൻ ലീഡർഷിപ്പ് കൊടുത്തത്. അവനാണ് അതിൻ്റെ ക്യാപ്റ്റൻ, പശുവിൻ്റെ കട്ടയിലെ. അപ്പോൾ കുറച്ചു കാലം ഭൂമിയിൽ ജീവിക്കണം, അങ്ങനെയാണ് മറ്റേ വസിഷ്ഠൻ്റെ ശാപം. അപ്പോൾ 8ാമത്തെ കുട്ടിയെടുത്ത് ഗംഗ നദിയിലെറിയാൻ മുമ്പ് ശന്തനു തടഞ്ഞു. എന്ത് ക്രൂരകൃത്യം നീ കാണിക്കണത്? കുട്ടികളൊക്കെ മറ്റേ ജനിച്ച ഉടനെ നദിയിലെറിയേ. മഹാരാജാവേ, നമ്മൾ തമ്മിലുള്ള കരാറ് ഇവിടെ അവസാനിച്ചു. എനിക്ക് അപ്രിയം പറഞ്ഞാൽ ഞാൻ അപ്പം പിരിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തതൊന്നും കാരണമില്ലാതെ ചെയ്തതല്ല. ഞാൻ കാണിച്ചത് ക്രൂരതയല്ല. പിന്നെ എന്താ നീ കാണിച്ച്? ജനിച്ച കുട്ടികളെ മറ്റേ നദിയിലെറിയുന്നത് ക്രൂരതയല്ലേ? അല്ല, പിന്നെന്താ? അപ്പോൾ ഈ കഥ മുഴുവൻ ഇത് ശന്തനുവിന് അറിയില്ല. ഈ കഥ അദ്ദേഹം ശാപം കിട്ടി വന്ന ആളാണ്, ബ്രഹ്മാവിൻ്റെ. ഇത് വസിഷ്ഠൻ്റെ ശാപം കിട്ടി വന്ന ആളാണ്, കുട്ടികളാണ്. ഈ 7 കുട്ടികളെയും അഷ്ടവസുക്കളാണ്. 8 കുട്ടികൾ, ഈ കുട്ടി ഉൾപ്പെടെ അഷ്ടവസുക്കളാണ്. അവരെ വസിഷ്ഠൻ ശപിച്ചതാണ്. ആ കഥയൊക്കെ പറഞ്ഞു, പശു മോഷ്ടിച്ചതും. അപ്പോൾ 7 കുട്ടികൾ 1 കൊല്ലം ഭൂമിയിൽ വേണ്ടു. അതുകൊണ്ടാണ് ഞാൻ ജനിച്ച ഉടനെ അവരെ നദിയിലെറിഞ്ഞത്. ഈ 8ാമത്തെ കുട്ടി കുറച്ചു കാലം ഭൂമിയിൽ ജീവിക്കണം, അത് അവനെ കൊണ്ട് അങ്ങേക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഈ കുട്ടിയം കൊണ്ട്, അതായത് നമ്മുടെ ലിവിങ് ടുഗദർ ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഈ കുട്ടിയം കൊണ്ട് ഗംഗ അവിടെ നിന്ന് മറഞ്ഞു. അപ്പോൾ ശന്തനുവിന് വലിയ പ്രയാസമായി. ആകെ എന്ത് ചെയ്യും ആകെ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം രാജ്യഭരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അദ്ദേഹം അങ്ങനെ നിരാശരൊന്നും ഇല്ല, കാരണം അതിനുവേണ്ട ആത്മബലമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ രാജ്യമൊക്കെ ഭരിച്ചു. ഒരു 32 കൊല്ലം സ്ത്രീരതി പ്രീതി വെടിഞ്ഞ്, സ്ത്രീകളായിട്ടുള്ള സമ്പർക്കമില്ല. 32 കൊല്ലം കഴിഞ്ഞപ്പോൾ ശന്തനു വീണ്ടും ഇപ്പം അങ്ങനെ പതിവ് പോലെ റൊട്ടീനാണ്. അദ്ദേഹത്തിൻ്റെ റൊട്ടീൻ നായാട്ടിന് പോവുക, ഗംഗാതീരത്ത് കിടന്നിങ്ങനെ നടക്കുക, അതൊക്കെ ഈ രാജാക്കന്മാരുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഗംഗയിൽ വെള്ളം കുറഞ്ഞു കണ്ടു. ഇപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയില്ലേ, ഷൊർണൂര്, ഭാരതപ്പുഴയുടെ പാലത്തുമ്പോൾ കൂടെ നോക്കുമ്പോൾ ഇപ്പോൾ ഭാരതപ്പുഴയല്ല, പുഴുവിൻ്റെ പോലെ ഇത്തിരി ചാല് കാണാം, വെള്ളമില്ല. അപ്പോൾ വെള്ളം കാണാനില്ല. അതുപോലെ ഗംഗയിൽ വെള്ളം കുറവ്. എന്താ ഗംഗയിൽ വെള്ളം കുറവ്? വല്ലൊരു മണൽ വരുന്നുണ്ടാവും. മണൽ മാഫിയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഞാൻ വേണ്ടപടി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കൂട്ടത്തിലല്ല, കൈക്കൂലിയൊന്നും അത്രയ്ക്ക് ഇല്ല. പണ്ട് മണൽ മാഫിയൊന്നും ഇല്ല. പിന്നെ എന്താ വെള്ളം കുറവ്? അങ്ങനെ അദ്ദേഹം അങ്ങനെ നടന്ന് നോക്കി ചെന്നപ്പോൾ അവിടെ പരമയോഗ്യനായിട്ടൊരു കുമാരൻ നിൽക്കണു. ഒരു ദിവ്യാസ്ത്രം ഇങ്ങനെ തൊടുത്തുണ്ട്. ഇദ്ദേഹം ഈ ഗംഗയിലെ അണ കെട്ടിക്കുക. അതുകൊണ്ടാണ് ഗംഗയിലെ വെള്ളം കുറവായിട്ട് കണ്ടത്. ആരവൻ? ഇവൻ എൻ്റെ മകനാവൂ. ആരാണ്? ഇവനെ കണ്ട രാജലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ വിചാരിച്ചിരിക്കുമ്പോൾ ഈ മകൻ ശന്തനുവിനെ കണ്ടു. ശന്തനുവിന് അത് മകനാണെന്നറിയില്ല. അപ്പോൾ ഒരു മായ ഉണ്ടാക്കിയിട്ട് ഈ കുമാരൻ അവിടെ നിന്ന് മറഞ്ഞു. ഇപ്പം അവനെ കാണല്ലോ. അപ്പോൾ ശന്തനു എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സംശയമുണ്ട്, ഇത് തൻ്റെ മകനാണോ എന്ന ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അവിടെ വന്നിട്ട് ഗംഗാദേവിയെ സ്തുതിച്ചു. ദേവി, എൻ്റെ മകനെ കാണിച്ചു തരണേ എന്ന് സ്തുതിച്ചപ്പോൾ ഗംഗാദേവി അവിടെ നിന്ന് സർവാഭരണ ഭൂഷിതയായിട്ട് നദിയിൽ നിന്ന് വന്നു. ഈ നേരത്തെ കണ്ട കുട്ടിയുടെ വലത്തെ കൈ പിടിച്ചിട്ട്. അപ്പോൾ ശന്തനുവിന് ഗംഗാദേവിയും മനസ്സിലായില്ല. അനവധി കാലം ഒരുമിച്ച് ജീവിച്ചതാണ്, മനസ്സിലായില്ല ആരാന്ന്. അത് ദേവമായയുടെ ശക്തി കൊണ്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ മറവി അമ്ലേഷ്യം ഇല്ലാതുകൊണ്ട്, അൽഷിമേഴ്സ് മറ്റേ ശന്തനുവും ഇല്ല. ഗംഗ മനസ്സിലായില്ല. മഹാരാജാവേ, ഇത് അങ്ങേക്ക് എന്നിലുണ്ടായ സന്താനമാണ്. ഇവൻ വസിഷ്ഠൻ്റെ കയ്യിൽ നിന്നും അംഗങ്ങളോടുകൂടിയ വേദം പഠിച്ചിട്ടുണ്ട്. പരശുരാമൻ എൻ്റെ കയ്യിൽ നിന്നും അസ്ത്രവിദ്യ പഠിച്ചിട്ടുണ്ട്. ശുക്രാചാര്യരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇവൻ സർവശാസ്ത്ര സമ്പന്നനും യോഗ്യനും അസ്ത്രജ്ഞനും ആണ്. അവനെ അങ്ങ് കൊണ്ടോക്കോളൂ എന്ന് പറഞ്ഞ്, ഗംഗാദത്തൻ എന്നാണ് ഇവൻ്റെ പേര് എന്ന് പറഞ്ഞ് അവനെ ശന്തനുവിനെ ഏൽപ്പിച്ചു.